നമസ്കാരം. പ്രധാന വാർത്തകളുമായി ഞാൻ ചിഞ്ചു അജിത്. സർക്കാർ സ്ഥാപനങ്ങൾക്കായി കാര്യക്ഷമമായ ഉപകരണ സംഭരണ നയം അബുദാബി ഊർജ്ജ വകുപ്പ് ആരംഭിച്ചു. അബുദാബി എമിറേറ്റിലെ സർക്കാർ സ്ഥാപനങ്ങൾക്കായുള്ള പുതിയ കാര്യക്ഷമമായ ഉപകരണ സംഭരണ നയം ആരംഭിച്ചതായി അബുദാബി ഊർജ്ജ വകുപ്പ് പ്രഖ്യാപിച്ചു. 2030 ആകുമ്പോഴേക്കും വൈദ്യുതി ഉപഭോഗം 22%, ജല ഉപഭോഗം 32% കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന അബുദാബി ഊർജ്ജ ജല കാര്യക്ഷമതാ തന്ത്രം 2030 പ്രകാരമുള്ള ഒരു പ്രധാന സഹായമാണിത്. ശബരിമല സ്വർണ്ണക്കൊള്ള VSSC പരിശോധനാ ഫലം അടങ്ങുന്ന റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിച്ചു. സ്വർണ്ണപ്പാളി കേസിൽ SIT വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. സീൽ ചെയ്ത കവറിലാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത്. റിപ്പബ്ലിക് ദിനാഘോഷം. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ മുഖ്യാതിഥികളാവും. UAE തണുപ്പ് കടുക്കുന്നു. താപനില 7 ഡിഗ്രി വരെ താഴാൻ സാധ്യത. ജാഗ്രതാ നിർദ്ദേശം. വാജിവാഹന കൈമാറ്റം. തന്ത്രിക്ക് കുരുക്കായി ദേവസ്വം ഉത്തരവ്. ശബരിമലയിലെ വാജിവാഹന കൈമാറ്റത്തിൽ തന്ത്രിക്കും മുൻ ദേവസ്വം ബോർഡിനും കുരുക്കായി 2012 ഉത്തരവ്. വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതല്ലെന്നാണ് ഉത്തരവ് വ്യക്തമാക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവം. സ്വർണ്ണക്കപ്പിനായി കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടം. അക്കാഫ് ഇവന്റ്സ് പ്രൊഫഷണൽ ലീഗ് ക്രിക്കറ്റിന് തുടക്കം. അക്കാഫ് ഇവന്റ്സ് സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ ലീഗ് ക്രിക്കറ്റ് 5ാം സീസൺ തുടങ്ങി. ഇന്ത്യൻ താരം S. ശ്രീശാന്ത് ഉദ്ഘാടനം ചെയ്തു. 32 പുരുഷ ടീമുകളും 6 വനിതാ ടീമുകളും മത്സരിക്കും. ജനറൽ കൺവീനർ രാജാറാം ഷാ, സ്ട്രാറ്റജിക് അഡ്വൈസർ ബിന്ദു സേവ്യർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മത്സരം നടക്കുന്നത്. കിരീട പ്രതീക്ഷയിൽ ബാഴ്സലോണ സ്പാനിഷ് കപ്പ് ക്വാർട്ടറിൽ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.